നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ വില പിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഉപദേശങ്ങൾക്ക് വളരെ നന്ദി. 2026 പുതുവർഷ ഫലം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലുവരെയുള്ള ധനക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. പുതുവർഷത്തിൽ നമുക്ക് 2026 6 മാസം വരെ വേഴൻ 7-ലും, അത് കഴിഞ്ഞ 6 മാസം മുതൽ 10 മാസം വരെ വേഴ 8-ലും, അത് കഴിഞ്ഞാൽ 10 മാസം മുതൽ ജനുവരി വരെ 9-ലും വീണ്ടും ആ വേഴൻ 8-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ വർഷം വേഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് ആദ്യഘട്ടം ഇത്തിരി കൊള്ളാമെങ്കിലും പിന്നീട് കുറച്ച് മാസങ്ങൾ ഇത്തിരി ദോഷമുണ്ട്. ശനി 4-ലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് രാഹു ഡിസംബർ വരെ കുംഭരാശിയായ 3-ലാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ അടിസ്ഥാന കൊണ്ടാണ് ഒരാൾക്ക് നല്ലത് വരൂ കെട്ടത് വരൂ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ വേഴഗ്രഹം 7-ൽ നിൽക്കുന്ന സമയം സൗമ്യ സപ്തമകെ വിവാഹഘടനം നഷ്ടാർത്ഥലാഭക സുദുർഭോഗ വ്യാപ്തി സുഹൃതം ജ്ഞാനാധികം സിയാൽ ഫലമാണ്. വിവാഹ ഘടന ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും വിവാഹം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. കാരണം വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ തടസ്സം, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ തടസ്സം, പഠനത്തിന് തടസ്സം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവരും വിവാഹം മുതലായ നല്ല മംഗള കാര്യങ്ങളും ജീവിതത്തിൽ ഏറ്റവും നേട്ടങ്ങളും സന്തോഷവും അടുത്ത പരമ്പരയ്ക്ക് വേണ്ടി ഉള്ള പ്രയത്നങ്ങളും ഒക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ പറ്റില്ല. അപ്പം ജോലി നമുക്കൊരു തടസ്സമാകരുത്, വിദ്യാഭ്യാസം ഒരു തടസ്സമാകരുത്. നമ്മുടെ ഭാഗ്യത്തിന് വേണ്ടിയും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഓരോന്നോരോന്നും മാറ്റി വയ്ക്കുമ്പം നടക്കേണ്ടുന്ന സമയത്ത് ചില കാര്യങ്ങൾ നടക്കാതിരുന്നാൽ നമുക്കത് ഭാഗ്യത്തിന് പരാജയം ഉള്ളതായിട്ട് വരും. അപ്പോൾ വിവാഹം നടക്കാനുള്ള യോഗം ഉള്ളത് കൊണ്ട് വിവാഹങ്ങളൊക്കെ നോക്കാം, നമുക്ക് നടത്താം. ജോലി ഒരു തടസ്സമാവണ്ട. ജോലി കിട്ടുമ്പോൾ ജോലിക്കും പോവാം, അതിലൊന്നും ബുദ്ധിമുട്ടുകളില്ല. വിവാഹം ബന്ധം ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കലഹിച്ചിരിക്കുന്നവർക്കും കുടുംബ കലഹവും വിരോധമൊക്കെ ആയിട്ട് കോടതിയെ സമീപിക്കുന്നവർക്കും സ്നേഹിച്ച് ജീവിക്കാനുള്ള യോഗവും കൂടിയുണ്ട്. നഷ്ടം വന്ന് കിട്ടാതെ കിടക്കുന്ന പൈസകളും ജോലികളും അഡ്മിഷനുകളും അവസരങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. നിങ്ങൾ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ്. വിദേശത്ത് പഠിക്കാനോ ജോലിക്കോ പോണവർക്ക് അതും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് നേടി ജയിക്കും. അധികം ചെയ്യാൽ പല വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും. ഗുരു ശുക്ര കേന്ദ്രകൈവ സുഖിതാഹ തത്ര ആതുരോ വാച ഗുരു ശുക്രൻ മുതലായ ഗ്രഹങ്ങൾ കേന്ദ്രം 1, 4, 7, 10-ലൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ സുഖിച്ച് ജീവിക്കുന്ന അവസരം വരണം. സുഖിയായിട്ട് ഭവിക്കും എന്നാണ്. അപ്പോൾ സുഖിക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അസുഖം ഇല്ലാത്ത ഒരാൾ സുഖിക്കണം എന്ന് പറയാൻ പറ്റൂല. നല്ല സമ്പത്തും സന്തതിയും ജോലിയും ഇഷ്ടകാര്യങ്ങളുടെ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ സുഖിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ പറയുന്നത്. അതേപോലെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. 1-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനും കൂടിയാണ് വേഴൻ. അപ്പോൾ ഒന്ന് നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ സുഖം കിട്ടും. ഒന്നെന്ന് പറയുന്ന ജ്യോതിഷത്തിൽ ഒരാളിൻ്റെ ശരീരമാണ്. ദേഹസ്യ സൗഷ്ഠവ്യം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസുഖം ജയോ ഭവിഷ്യത സർവം
ചിന്തനീയം, വിലഗ്നത, ശരീരത്തിൻ്റെ ആരോഗ്യം, സൗന്ദര്യം, ബുദ്ധി, ശക്തി, ഇതൊക്കെ ചിന്തിക്കുന്നത് ഒന്നാമത്തെ രാശിയും കൂടെ കൊണ്ടാണ്. അപ്പോൾ സുഖസ്ഥിതി കിട്ടും, എല്ലാ കാര്യങ്ങൾക്കും ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അസുഖങ്ങളൊക്കെ മാറും, അത്ര സമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങളും. കീർത്തി എന്ന് വെച്ചാൽ നമ്മളെ നികൃഷ്ടമായിട്ട് സംസാരിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കും അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് സ്വയം തോന്നി അവരുടെ വിരോധങ്ങളും ശത്രുതകളും മാറ്റി നമ്മളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആരോഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും, നമുക്ക് കീർത്തികളും, വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, ഇതൊക്കെ ഉണ്ടാവും. സമ്പത്തും സന്തതിയും ഉണ്ടാവും. മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ചയുണ്ടാവും. അങ്ങനെ നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടും. 4-ാം ഇടം വീടും വസ്തുവും കെട്ടിടവും വാഹനവും ഒക്കെയാണ്. വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ യോഗമുണ്ട്. പക്ഷെ 4-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടക ശനി എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. അതുകൊണ്ട് വീട് സ്ഥലമൊക്കെ വിട്ടുമാറി പോകണമെന്ന് തോന്നും. വീട്ടിലുള്ളവർക്ക് പല പല അസുഖങ്ങളുണ്ടാവും. ചെറിയ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ പറഞ്ഞാൽ വലിയ വഴക്കുകളുണ്ടാവും. ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ബാധിക്കുന്നതായിട്ട് തോന്നുന്നതും അത് നമുക്ക് തടസ്സങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണമാക്കുന്നതുമായ അവസ്ഥയാണ്. ഇത് ശാസ്താവിനെയും ശിവനെയൊക്കെ ഭജിച്ച് ദേവന്മാരെ വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലമോ ദൈവങ്ങളെയൊക്കെ പോയി കണ്ട് എങ്ങും പോകാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിലും നാമജപങ്ങളൊക്കെ നടത്തണം. നമ്മൾ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ടവറിൻ്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത്, നല്ല രീതിയിലുള്ള റേഞ്ച് കിട്ടുന്നത്. ദൂരെ ഇരിക്കുമ്പോഴാണ് നമ്മളെ നെറ്റ്വർക്ക് പോകണം. അപ്പോൾ ടവറിൻ്റെ മുമ്പാകുമ്പോൾ നമുക്ക് നല്ല പവർ കിട്ടുന്നത് പോലെ ഭഗവാനെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലുള്ള ടെൻഷന്, രോഗങ്ങൾ, വിഷമതകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. ബന്ധുവഴിയിൽ മരണ ദുഃഖങ്ങൾ, മാതൃകലഹങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ 4-ൽ ശനി സഞ്ചരിക്കുന്ന സമയം. രാഹു 3 നിൽക്കുന്നത് നമുക്ക് നല്ലതാണ്, കുഴപ്പമില്ല. ഡിസംബർ വരെ നമുക്ക് നല്ലതായ ഐശ്വര്യാഭിവൃദ്ധിയും പുരോഗതികളും ഒക്കെ ഉണ്ടായി. നമുക്ക് ശനിയും രാഹുവൊക്കെ ഇഷ്ടസ്ഥാനമായ 3, 9, 11 നിൽക്കുമ്പോൾ വളരെ ഗുണകരമായ ഐശ്വര്യം ഉണ്ടാകും. വേഴൻ 2026 6-ാം മാസം കഴിയുമ്പോൾ 8 വരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനും ഒരു തടസ്സം പോലെ ബാധിച്ചു. കാരണം വേഴം 8 നിൽക്കുമ്പോൾ നമ്മളെ തടസ്സവും അലസതയും കൊണ്ടാണ് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കുന്നത്. ഒരു പരീക്ഷ എഴുതിയാൽ ജയിക്കുമായിരുന്നു, ഞാൻ എഴുതുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറിക്കളഞ്ഞാൽ പറ്റില്ല. അതേപോലെ ഒരു ജോലി കിട്ടിയ അയ്യോ അത് നല്ല ജോലിയല്ല, ആ ജോലി എനിക്ക് വേണ്ട എന്ന് വിചാരിക്കില്ല. കിട്ടണ ജോലിയിൽ നമ്മൾ പ്രവേശിച്ച് അതിലിരുന്നു കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ജോലി നേടാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. അപ്പോൾ 8 നിൽക്കുമ്പോൾ 8ൻ്റെ പണി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആലോചിക്കാതെ പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കും. വിത്തക്ഷയം, പ്രവാസം, രോഗ, ജനന്തി, മരണപീരിമ്പ, ധനനഷ്ടം. വിത്തക്ഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ ഒരു അഡ്മിഷൻ കിട്ടും, പക്ഷെ അത് എനിക്ക് വേണ്ട, എനിക്ക് ദൂരെ പോയി പഠിക്കണം, കുറച്ച് പൈസ ഒപ്പിച്ചാലേ പറ്റുള്ളൂ എന്ന് തോന്നി ഇല്ലാത്ത പൈസ ചിലവാക്കി നമുക്ക് നമ്മളെ നാട്ടിലൊരു അഡ്മിഷന് ജോലിയെ കിട്ടിയാൽ അത് വേണ്ടാന്ന് കളഞ്ഞിട്ട് വിദേശത്തൊക്കെ പോയി പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. അതാണ് ഈ പ്രവാസ ജീവിതം. ഈ 8-ൽ വേഴം വരുമ്പോൾ ഉണ്ട്. രോഗങ്ങൾ ഉണ്ട്, ചെറിയ അസുഖം വന്നാലും മാറൂല, ശത്രുക്കളുണ്ടാവും. പിന്നെ സാമ്പത്തികം, ബാങ്കിങ്, കോൺട്രാക്ട്, ഏജൻസി, ഇതൊക്കെ നടത്തുന്നവർ സൂക്ഷിക്കണം. കാരണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡിയുടെയും ഇൻകം ടാക്സിൻ്റെയൊക്കെ വിരോധങ്ങളും പരിശോധനകളൊക്കെ വരും. നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയാൽ പോലും ചിലപ്പോൾ അഭിമാന പ്രശ്നം കൊണ്ട് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നെന്നിരിക്കും. നമുക്ക് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി നമ്മളും കാര്യമായ രീതിയിലെല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടിയിരിക്കണം. പണം ഇല്ലാത്തവനാണെങ്കിൽ ചില കടങ്ങൾ EMI അടയ്ക്കാൻ പറ്റുന്നില്ല, കടം തീർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നി ടെൻഷൻ അടിച്ചു പോവും. ബാങ്കുകാർ ജപ്തിക്ക് നോട്ടീസൊക്കെ അയക്കും. പക്ഷെ എന്ത് വന്നാലും നിങ്ങൾ പാലം കുലുങ്ങിയാലും കേളം കുലുക്കരുത്. കാരണം
ഈ 10-ാം മാസം കഴിയുമ്പോൾ വേഴം വീണ്ടും നമുക്ക് 8-9 വരുന്നത്. അപ്പോൾ 9 വേഴം വരുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദ ഗുരുക്കന്മാർ ഈശ്വരന്മാർ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്ന സമയമാണ്. ഗുരുക്കന്മാരെന്ന് വെച്ചാൽ ഇവിടെ ചെന്നാലും നമ്മളെ നിരപരാധിത്വവും സ്നേഹവും ഒക്കെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ അവിടെ ദൈവത്തെ പോലെ പല ആൾക്കാരും പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. ഈശ്വരാണ പ്രസാദ ഈശ്വരൻ്റെ പ്രസാദം ഉണ്ടാവും. വെറുതെ ഭാഗ്യസ്ഥ ധർമ്മസ്യ ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭ തപസ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനും ജയിക്കാനും പറ്റും. പൗത്ര സൗഖ്യം പിള്ളേർക്കും കുടുംബത്തിനും ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. വേറെ 8 വരുമ്പോൾ സന്താനങ്ങളുടെ വിദ്യയ്ക്കും വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും വിദേശ യാത്രയ്ക്കൊക്കെ വേണ്ടി കുറേ പണം നമുക്ക് അമിതമായിട്ട് ചിലവാക്കേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസ നമ്മളെടുത്ത് ചിലവാക്കുമ്പോൾ ഉള്ളതങ്ങ് തീർന്നു പോകും. പിന്നെ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. പിന്നെ നമുക്ക് ജോലി കിട്ടി, നല്ലൊരു പ്രൊമോഷൻ കിട്ടി, സാലറി കിട്ടി, മെച്ചം കിട്ടണമെങ്കിൽ നമ്മൾ ചിലവാക്കിയ പൈസ ചിലപ്പോൾ തിരിച്ചു പിടിക്കുക വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമുക്ക് പൈസ കൂടുതൽ ചിലവാക്കാതെ നമ്മുടെ വിദ്യയും ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് മെരിറ്റ് ലിസ്റ്റിൽ തന്നെ അഡ്മിഷൻ വാങ്ങിക്കാനും അതേപോലെ ജോലി വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു ചെറിയ പരിശ്രമം നമ്മൾ നടത്തിയ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നല്ല കഴിവും അറിവും ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ളവരാണ് ധനുക്കൂർ. പിന്നെ ധനുസരിച്ച് അമ്പും വില്ലുമാണ്. യുക്തരാശിയിൽ ജനിച്ചതുകൊണ്ട് ഇവരെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കണവരല്ല. അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി സ്നേഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് ഇഷ്ടം. നമ്മളെ ഉപദേശങ്ങൾ പോലും അവർക്ക് ഉപദ്രവമായിട്ട് തോന്നരുത്. അതുകൊണ്ട് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ഈ വർഷം നേട്ടങ്ങളും ഭാഗ്യങ്ങളൊക്കെ കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ വേഴ 8 നിൽക്കുന്ന സമയത്തിനും ശനിയുടെ ദോഷത്തിനും നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ശത്രു സംഹാര പൂജ ഇതൊക്കെ ചെയ്യണം. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ജന്മതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, നക്ഷത്രമൊക്കെ വച്ച് നമ്മൾ ഗണിച്ച് നോക്കണം. ചിലവർ ജാതക ഫലം അറിയാൻ വേണ്ടി ഡയറക്റ്റായിട്ട് വിളിക്കും. ഞാൻ എന്തെങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് അപ്പോഴും അസൗകര്യമാണ്. അപ്പോൾ ഞാൻ പറയും, മെസ്സേജ് ഇടാൻ പറയും, എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യില്ലെന്ന് പറയും. ഇതൊക്കെയാണ് എനിക്ക് വലിയ ദേഷ്യമാണെന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നത്. അതൊന്നുമല്ല, ഞാൻ ചെയ്യേണ്ട സമയത്ത് നിങ്ങളൊരു മെസ്സേജ് അയച്ചിരുന്നാൽ തീർച്ചയായിട്ടും മറുപടി തരും. അപ്പോൾ നമുക്ക് ഫീസും അടയ്ക്കേണ്ടതായിട്ടുമുണ്ട്. ജ്യോത്സ്യന്മാർ ഫീസ് ചോദിക്കുന്നതിലും ആളുകൾക്ക് വലിയ അതൃപ്തിയാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നവന് കോടികൾ വാങ്ങിക്കുക, ഒരു കോടതിയിലെ വക്കീലിന് കോടികൾ വാങ്ങിക്കുക, മറ്റു ജോലി ചെയ്യുന്നവർക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുക. ജ്യോത്സ്യർ ഫീസ് ചോദിച്ചാൽ അതൊരു കുറ്റകരമായിട്ടാണ് നമ്മളെ ചില ആൾക്കാർ വിചാരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ പൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള ദ്രവ്യ അഭിഷേകങ്ങളും പൂജകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേവന്മാരുടെ കാര്യങ്ങൾ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ജാതകം പരിശോധിക്കണമെങ്കിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും അതേപോലെ പത്മനാഭ സ്വാമിയോടും പത്മനാഭ സ്വാമിയുടെ ചേട്ടനായ ആദികേശവ പെരുമാളിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.